ആമി വിഷമിക്കാതെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ല. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെ. ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇനി രഘുവും അമ്പിളിയും അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ആമയ്ക്കും ആദിക്കും കഴിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. എന്താ ആമിയൊന്നും മിണ്ടാത്തത്? എനിക്കൊന്നും അറിയത്തില്ല മാഷെ. ആദി ഇങ്ങനൊരു ജോലിയാ ചെയ്തോണ്ടിരുന്നേന്ന് പോലും ഞാൻ ഇപ്പോഴറിയുന്നത്. ഒന്നും അറിയാതെ ഒരു പൊട്ടിയായി കഴിയായിരുന്നു ഞാൻ ഇത്രയും നാൾ. ഇത്രയും നാളും എന്നോടൊപ്പം താമസിച്ച് എന്നെ പറഞ്ഞു പറ്റിച്ച ആ മനുഷ്യന്റെ വാക്കിനെയും എനിക്കൊട്ടും വിശ്വാസമില്ല. പിന്നെ ഇപ്പൊ ആമി എന്ത് ചെയ്യും? തൽക്കാലം രഘു തന്ന ആ 25 ലക്ഷം രൂപ കൊണ്ട് തൃപ്തിപ്പെടാൻ ആമി ആദിയോട് പറയണം. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആമയ്ക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ? ഈ പ്രശ്നങ്ങൾ കൊണ്ട് രഘു എന്തുമാത്രം അനുഭവിച്ചുവെന്ന് ആമിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നൊരു കാര്യമല്ലേ? ഇപ്പോഴും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ? ആരെങ്കിലും പറ്റിച്ച് സ്വന്തം കുടുംബം നന്നാക്കി ജീവിക്കാനല്ല രഘു ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങളെ കൂടി അവനെ സഹായിക്കാൻ വേണ്ടിയിട്ടാ. ആ ഒരു കാരണം കൊണ്ട് മാത്രം രഘു എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരനായി മാറുകയും ചെയ്തു. അതുകൊണ്ട് കഴിഞ്ഞു പോയതൊന്നും ചിക്കി ചെയ്യാൻ നോക്കരുതെന്ന് ആദ്യം ആമി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി അഥവാ അതൊക്കെ കുത്തിപ്പൊക്കാനും ചിക്കി ചെയ്യാനും നിന്നാ സ്വർണ്ണക്കടത്തുകാരുടെ കത്തിമുനയിൽ ആദ്യം തീരുന്നത് ആദ്യം തന്നെയായിരിക്കും. ഞാൻ പറയാതെ തന്നെ ആമിക്ക് അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ വന്നതിന്റെ കാരണം അതൊന്നും അല്ല. രഘുവേട്ടന്റെ മനസ്സിലെ നന്മ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് രഘുവേട്ടന് സമാധാനമായിട്ടൊരു ജീവിതം കിട്ടാൻ കൂടി വേണ്ടിയാ. പണത്തിന്റെ കണക്കും പറഞ്ഞ് ഞാൻ രഘുവേട്ടനെ ചോദ്യം ചെയ്താ ആ മനുഷ്യൻ എന്നെ വെറുക്കുമല്ലോ എന്ന് കരുതി എല്ലാം മറന്ന് കുടുംബത്തിന് വേണ്ടി ജീവിക്കുമല്ലോ എന്ന് ഓർത്തു. മോളുടെ മനസ്സിന്റെ നന്മ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല മാഷെ, പോവാ. മോളെ, പറഞ്ഞതൊന്നും മറക്കണ്ട. എനിക്ക് 5 പെൺമക്കളാണ്. ആ കൂട്ടത്തിൽ ഒരാളായാണ് മോളെ ഞാൻ കാണുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. ഒരച്ഛന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. നന്ദി. എന്നാലും മാഷെ, ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. ഞാൻ പോകുക. ഇറങ്ങട്ടെ. ആന്റി, കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. രാധാമണിക്ക് ശേഖരനെ വരച്ച വരയിൽ നിർത്താൻ കഴിഞ്ഞത് നമ്മുടെ വിജയം തന്നെയാ. ഓ, അക്കാര്യത്തിൽ ഹർഷയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു സാധനത്തിന്? അയ്യോ ആന്റി, ഏത് ജോലിക്കും അതിന് പറ്റിയ ആളെ തന്നെ നിയോഗിക്കണം. അത് വേണം. ശേഖരന്റെ അവകാശിയായി
അയാളുടെ മകനോ അനിയനോ ചേട്ടനോ ഒക്കെയാണ് വരുന്നതെങ്കിൽ ആരും അത്ര പെട്ടെന്ന് വിശ്വസിക്കണമെന്നില്ല. എന്നാ സ്വന്തം ഭാര്യയാണെന്നും പറഞ്ഞ് ഒരുത്തി വരുമ്പോ ആരും അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറാവില്ല. അതാണ് നമ്മുടെ സക്സസ്. അത് മാത്രമല്ല ഹർഷേ, അയാളുടെ ഭാര്യയാണെന്നും പറഞ്ഞ ഒരുത്തി വന്നപ്പോ എന്റെ മനസ്സിനൊരു ആശ്വാസമായി. അയ്യോ